ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ കുറെ നാളുകളായിട്ട് വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാതെ. ഇനി നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു വരും. എല്ലാ തവണ ഞാൻ ഇതുപോലെയാണ് പറയുന്നത്. പക്ഷേ ഈ തവണ അങ്ങനെയല്ല, ഉറപ്പായിട്ട് ഞാൻ അടിപൊളി കിടക്കാച്ചി വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ്. ആപ്പേ ക്ലാസിക് ഒരു പുത്തൻ കിടക്കാച്ചി വണ്ടി. എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു? ഒരു 10-15 കൊല്ലത്തെ മോഹമാണ്. ചെറുപ്പം തൊട്ടേ നമ്മുടെ മോഹമായിരുന്നു. നമുക്കിപ്പം സാഹചര്യം കൊണ്ട് നമുക്ക് പെട്ടിവണ്ടി എടുക്കാൻ പറ്റുള്ളൂ. പെട്ടിവണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പയുടെ തന്നെ ഗുഡ്സ് വണ്ടി അല്ലെ? റേഡിയേറ്റർ വണ്ടി എടുത്തത് പറ്റിക്കപ്പെട്ടതാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓടിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. നിലവില് ഒരു എഞ്ചിൻ പണി കിട്ടി, എന്നാലും കുഴപ്പമില്ല. റേഡിയേറ്റർ വണ്ടി എടുത്ത് ചെറിയൊരു കുഞ്ഞൊരു കപ്പ് കിട്ടി. അതെ, 60,000 രൂപയുടെ കപ്പ് കിട്ടി. അപ്പൊ അതുകൊണ്ട് 4 വർഷം മുമ്പ് സത്യം പറഞ്ഞ ഒരു പാസഞ്ചർ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നമ്മുടെ പണി നമുക്ക് ആമസോൺ ഡെലിവറിയാണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടിവണ്ടി തന്നെ വേണമെന്ന് നിർബന്ധമുണ്ട്. ആ ടൈമിൽ പാസഞ്ചർ വണ്ടി പറ്റത്തില്ല, കൊമേഴ്ഷ്യൽ വാങ്ങാനേ പറ്റുള്ളൂ, പാസഞ്ചർ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ആ സാധനം നമ്മൾ പെട്ടിവണ്ടി എടുത്ത് നമ്മുടെ ഡ്രീം അവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് പണിയാണല്ലോ, പണി ചെയ്താലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ വീട്ടിലെ കാര്യമൊക്കെ നോക്കണ്ടേ? അപ്പൊ എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടിവണ്ടി വേണം. അങ്ങനെ നമ്മൾ പെട്ടിവണ്ടി എടുത്ത് പിന്നെ ഇപ്പം നമ്മുടെ ആ ഡ്രീം അങ്ങ് സെറ്റ് ആക്കുവാണ്. അതെ, സക്സസ് ആവാൻ വേണ്ടി ദൈവം അനുഗ്രഹിച്ച് പോവാണ്. അപ്പൊ നമ്മള് ഷോറൂമിലേക്ക് പോകണത്. പൂ കരിച്ചേ മക്കളെ, പൂവൊക്കെ മേടിച്ച് നമ്മ നാരങ്ങയൊക്കെ മേടിച്ച് നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ ഇതിനൊരു ട്വിസ്റ്റ് എന്ന് വെച്ചാല് നമ്മളിപ്പോ ഇരിക്കണ വണ്ടി ഞാൻ 4 വർഷം മുമ്പ് 3 വർഷം മുമ്പ് എടുത്തപ്പം ഇവനാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് വണ്ടി പോലും ഓടിക്കാൻ അറിയാൻ മേലായിരുന്നു ആ സമയത്ത്. അപ്പൊ ഇവനാണ് ഷോറൂമിൽ നിന്ന് വണ്ടി ഓടിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടിയാണ് നമ്മളിപ്പോ ഇരിക്കണ വണ്ടി ഞാൻ എടുത്തത് ആ സമയത്ത്. അപ്പൊ അതുപോലെ തന്നെ ഇവന് വണ്ടി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനാണ് കൂടെ പോകുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാല് നമ്മുടെ ഒരു കുഞ്ഞു ഡ്രീം സക്സസ് ആവണേന്റെ ചെറിയൊരു കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? 4 വർഷം ഈ വണ്ടിക്ക് വേണ്ടി പണിയെടുത്ത് കഷ്ടപ്പെട്ടു. എന്താണ് പറയാനുള്ളത്? എന്താ പറയുക, ഏറ്റവും വലിയ ആഗ്രഹമാണ് പാസഞ്ചർ വണ്ടി. അത് നമ്മളിന്ന് എടുക്കുവാണ്. എല്ലാവരും ചെറിയൊരു ഈഗോ പുറത്തിറക്കുന്നതാണ്. ഇപ്പൊ പെട്ടെന്ന് ഇത്രയും ചാടി കയറുന്നത്, അല്ലെങ്കിൽ നമ്മള് പയ്യെ എടുക്കുള്ളായിരുന്നു. ചെറിയൊരു ഈഗോ അതുകൊണ്ട് നമ്മളിപ്പോ ചാടി കയറുന്ന ഈഗോ അത്രേ ഉള്ളൂ. അതായത് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റിയല്ല എന്നൊരു ഫീല് വന്ന് നമ്മളെ കുറച്ച് പേര് കളിയാക്കി. അതുകൊണ്ട് പിന്നെ നമുക്കൊന്നും നോക്കണ്ടെന്നുള്ള ഇതില് നമ്മളങ്ങ് വണ്ടി അങ്ങ് എടുത്ത് അടിപൊളിയായിട്ട് നമ്മള് കട്ടപ്പന ഷേപ്പിലാണ് അടിപൊളിയായിട്ട് പണിയാൻ വേണ്ടി പോകും. അതൊന്നും പറയാൻ പറ്റത്തില്ല, സർപ്രൈസ് ആയിരുന്നു, പറഞ്ഞു പോയി. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, അടിപൊളിയായിട്ട് നമ്മളിത് വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നേരെ കോട്ടയം ഷോറൂമിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് ഡെലിവറി വീഡിയോ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? പോകാം. അപ്പൊ നമുക്ക് നേരെ ഷോറൂമിലേക്ക് പോകാം. നമ്മള് ആപ്പയുടെ ഷോറൂമിൽ കോട്ടയത്ത് വന്നിരിക്കുക കേട്ടോ. നമ്മുടെ വണ്ടി ഇവിടെ സേഫ് ആയിട്ട് പാർക്ക് ചെയ്ത് നമുക്ക് അകത്ത് കുറച്ച് അതിന്റെ പെൻഡിങ് വർക്കോടെയാണ്. പെൻഡിങ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പടുത ഒന്ന് വലിച്ചിടണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അത് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് തരാമെന്ന്. ഇപ്പോൾ സമയം 2:30 ഒരു 3:30-4 വണ്ടി വന്നാലാണ് നമുക്ക് നേരെ മുണ്ടക്കയം പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വണ്ടി സേഫായിട്ട് ഇവിടെ ഇട്ട് നമുക്ക് നേരെ ഷോറൂമിൻ്റെ അകത്തേക്ക് പോയേക്കാം. വണ്ടിയിൽ കുറച്ച് പണി പെൻഡിങ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തു. അപ്പോൾ അത് ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കൊണ്ടുപോകണേ. ടെസ്റ്റ് ഡ്രൈവിന് കൊണ്ടുപോയിട്ടാണ് നമുക്ക് ഡെലിവറി തരാമെന്ന് പറഞ്ഞത്. ഇച്ചിരി ലാഗായിപ്പോയി. ഇപ്പോൾ സമയം 4 മണിയായി. ഇച്ചിരി ഇവിടെ വേറെ വണ്ടിയൊക്കെ എഞ്ചിൻ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗിയർ ബോക്സ് പണിയൊക്കെ ഒത്തിരി വണ്ടിയുടെ ഉണ്ടായിരുന്നു. അവിടെ പുറകെ കിടക്കുന്ന വണ്ടിയൊക്കെ ഗിയർ ബോക്സ് പണിയാൻ വേണ്ടി വന്നതാണ്. അപ്പം ആ വണ്ടിയുടെ പണിയൊക്കെ ഉള്ളത് കൊണ്ട് ഇച്ചിരി ലാഗായിപ്പോയി. അപ്പോൾ ഇത് ടെസ്റ്റ് ഡ്രൈവിന് പോയിട്ട് നമുക്ക് ഡെലിവറി ചെയ്ത് തരാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേ ഫൈനലി നമ്മുടെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ഇവിടെ ഈ സ്റ്റോപ്പറിൻ്റെ ഇവിടെയൊക്കെ ഇച്ചിരി ടൈറ്റ്, അതൊക്കെ ഒന്ന് ലൂസ് ചെയ്ത് നമ്മുടെ ഇങ്ങോട്ട് നോക്കിയേ. ഇതാട്ടോ നമ്മുടെ സർവീസ് സെന്ററിലെ ആപ്പയുടെ കോട്ടയം സർവീസ് സെന്ററിലെ മീനാശാൻ. നാണക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിലും വലിയ നാണക്കാരൻ. ഇത് വണ്ടിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരെ ഈ വഴി നേരെ വണ്ടി മുണ്ടക്കയത്ത് പണിയാൻ കൊണ്ടുപോകാം. ഒരു വെള്ളിക്കൊലുസ് പോലെ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. കാരണം കൊച്ചിന് കുറച്ച് റിയൽസ് വേണമെന്ന് പറഞ്ഞു. പുത്തൻവണ്ടി എടുത്തതിന് കുറച്ച് റിയൽസ് വേണമെന്ന് പറഞ്ഞു. അപ്പം നമ്മളൊക്കെ പറ്റുന്ന സഹായം നമ്മൾ ചെയ്തു കൊടുക്കണ്ടേ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കും കേട്ടോ. നമ്മുടെ വണ്ടിക്ക് ഇച്ചിരി അപ്ഡേഷൻസ് ഒക്കെ ഉണ്ട്. വണ്ടിയൊക്കെ അടിപൊളിയായിട്ട് പണിയണം. കുറച്ച് തുരുമ്പൊക്കെ ആയി ഗൈസ്, എന്നാ പറയാനാ, മരണ ഓട്ടമല്ലേ, അതുകൊണ്ടായിരിക്കും.
അപ്പോൾ അത് ഹൈറ്റൊക്കെ താത്തി തന്തവൈബായി ഗൈസ്, തന്തവൈബായി പോയി കണ്ടോ. എന്നാ പറയാൻ, ഫുള്ള് ചെളിയാണ് മഴക്കാലം ആയതുകൊണ്ടേ. അപ്പോൾ അതേ കുട്ടാപ്പിക്ക് 2 റീലൊക്കെ എടുത്ത് കൊടുക്കണം എന്നൊരു ആഗ്രഹം. അപ്പോൾ സഹായിച്ചു കൊടുത്തേക്കാം. അങ്ങനെ ഏതാണ്ടൊക്കെ കൊണയൊക്കെ അടിക്കുന്നുണ്ട്. എന്നെക്കുറിച്ച് എന്തോ കൊണ അടിക്കുകയാണ്. നോക്കി പുത്തമ്പണ്ടി എങ്ങനെയുണ്ട് ഇതേ. ഫസ്റ്റ് പുത്തമ്പണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. പണ്ടത്തെ പോലെ തന്നെ ഹോണ്, സ്റ്റാർട്ടർ, അങ്ങനെയെല്ലാം ഡിസ്പ്ലേ, ബാക്കിയെല്ലാം ഊരിയാ നമ്മൾ വയറിംഗ് ഒക്കെ വിടിപ്പിച്ചിട്ടേക്കും. അതായത് ഈ മീറ്ററേ വരുന്ന എല്ലാം വിടിപ്പിച്ചിട്ടേക്കും കേട്ടോ. ഏതാണ്ടൊക്കെ പറഞ്ഞുണ്ട് കേട്ടോ അവൻ അവിടെ ഇരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റർ ഓൺ ആക്കി നോക്കാം. അപ്പോൾ അതേ നമ്മളൊരു ചെറിയൊരു ഗ്രൗണ്ടിൽ വന്നിരിക്കുകയാണ്. അടിപൊളി ഗ്രൗണ്ട്, നമുക്ക് റീലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ആംബിയൻസ്. അപ്പോൾ നമ്മുടെ മച്ചൻ വണ്ടിയുടെ കുഞ്ഞു കുഞ്ഞു ഫോട്ടോസൊക്കെ എന്നെ കൂടാതെ എടുക്കുന്നു. അപ്പം വണ്ടിയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് ഈ വണ്ടീനെ കുറിച്ച് 2 വാക്ക് സംസാരിച്ചേ. ഞാൻ വന്നേ 2 വാക്ക് സംസാരിച്ചേ. എന്താണ് വണ്ടീനെ കുറച്ച് പ്രശ്നങ്ങൾ, ചെറിയ അപാകതകളൊക്കെ ഉണ്ടായല്ലോ. എന്താണ് അപാകതകൾ പറയാനുള്ളത്? അപാകതകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്രേക്കിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായി. അതെ, അത് നമുക്ക് ഡെലിവറി ചെയ്യുന്ന സമയത്താണ് അവരത് കണ്ടുപിടിച്ചത്. ആ പ്രോബ്ലം ട്വിസ്റ്റ് ആയിരുന്നത്. അതുകൊണ്ട് എന്തായാലും നമുക്കൊരു 12,000 രൂപയുടെ ലാഭം മേളിൽ വന്നിട്ടുണ്ട്. അതെ, നമ്മൾ സത്യം പറഞ്ഞ ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടണില്ലായിരുന്നു. പക്ഷെ അത് അവർ റെഡിയാക്കി തന്നല്ലേ. മാസ്റ്റർ പമ്പിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മാസ്റ്റർ പമ്പ് നമുക്ക് മാറ്റി പുതിയ മാസ്റ്റർ പമ്പ് സെറ്റ് ചെയ്ത് അത് അടിപൊളി. ഇപ്പം പഴയ പോലെ അല്ല, രണ്ട് രീതിയിലാണ് ഈ മാനേജ്മെന്റ്. അത് ഭയങ്കര ശോകമാണ്. ഇപ്പൊ ആപ്പയുടെ ഷോറൂമിൽ, എല്ലാ ഷോറൂമിലും അങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ചില ഷോറൂമാണ് അല്ലേ, ചില ഷോറൂമുകൾ മാനേജ്മെന്റ് ഭയങ്കര ഷോയാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി സത്യം പറഞ്ഞാൽ ആപ്പയ്ക്ക് നല്ല സെയിൽ ഉണ്ട് അല്ലേ. ഒരു മാസം 50 വണ്ടി വിറ്റോണ്ടിരുന്ന ഒരു മാസം ഈ മാസം വിറ്റത് ചിലപ്പോൾ 100 വണ്ടിയായിരിക്കും. അപ്പൊ ഒരു മാസം ഉണ്ടാകുമ്പോ എന്നാ കുഴപ്പമെന്ന് അവര് വണ്ടിക്കിട്ട് വലിയായിട്ട് നോക്കിയത് എങ്ങനെയാലും വണ്ടി വിൽക്കാനോ നോക്കുള്ളൂ. കംപ്ലൈന്റ് വന്നവൻ അനുഭവിച്ചാണ്. അതാണ്. അപ്പം ഇത് നമ്മൾ നേരിട്ട് നമുക്ക് ഏജന്റ് ഉണ്ടായിട്ട് പുള്ളി ആ കാര്യത്തിൽ പക്കയായിട്ട് നിന്നിട്ട് പുള്ളി അത് നീറ്റാക്കി തന്നു. അതായത് നമ്മുടെ റിപ്പയർ ചെയ്യുന്ന ആള്, അതായത് റിപ്പയർ അല്ല മെക്കാനിക്ക് അല്ല, നമുക്കിപ്പം ആ ഏജന്റ് ആണ് നമുക്ക് നിലവിൽ ഇപ്പം വണ്ടി നമ്മൾ ഏജന്റ് വഴിയാണ് വണ്ടി എടുത്തേക്കുന്നത്. പുള്ളി നമുക്ക് ആ സാധനം ക്ലിയർ ചെയ്യാൻ പുള്ളി. കാരണം വെച്ചാൽ വണ്ടി ഡെലിവറിക്ക് മുന്നേ പുള്ളി അത് ഓടിച്ചു നോക്കിയിട്ട് ബ്രേക്ക് കുറവാന്ന് പറഞ്ഞു. അതുകൊണ്ട് നേരെ ഷോറൂമിൽ വന്നു. അവിടെ നിന്ന് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ വേറെ ഏജന്റ് വഴിയാണ് പോയത്. ആ കാര്യത്തിൽ പുള്ളി നീറ്റ് ആട്ടോ. ആ കാര്യത്തിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പുള്ളി റെഡിയാക്കി തന്നു. അതായത് മാറുന്നത് എന്തായാലും 2,000 രൂപ മേലെ എന്തായാലും പോകുന്നു എന്റെ. അതായത് ലേബർ ചാർജ് എല്ലാം കൂടെ 2,500-3,000 രൂപ കൂട്ടിക്കോ. എങ്ങനെ വന്നാലും 3,000 രൂപയുടെ സാധനമാണ് പുള്ളി മാറി തന്നത്. സത്യം പറഞ്ഞാൽ അത് മാറി തരേണ്ട ഉത്തരവാദിത്തം അവരുടെയാണ്. കാരണം നമുക്ക് വണ്ടി ഒരു ദിവസം പോലും ഓടിച്ചു പോലും ഡെലിവറി സമയത്താണ് നമുക്ക് അങ്ങനെ വന്നത്. അത് അവരുടെ കുറ്റമല്ല, അവർ ശ്രദ്ധിച്ചില്ല. അതായത് മാനേജ്മെന്റിന്റെ പ്രശ്നം. മാനേജ്മെന്റ് വെച്ചാൽ ഇപ്പം പണ്ടെന്നൊക്കെ പറഞ്ഞാൽ വണ്ടി ലോഡ് ഇറക്കി അവിടുത്തെ മെക്കാനിക്കാണ് വണ്ടി ചെക്ക് ചെയ്ത് ഷോറൂമിലേക്ക് കയറ്റുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ആൾക്കാരും മെക്കാനിക്കിന് ആ ഒരു സെക്ഷൻ ഇല്ല. അത് ലോഡ് ഇറക്കുമ്പോൾ മെക്കാനിക്ക് വന്ന് വണ്ടി നോക്കത്തില്ല അല്ലേ, നോക്കത്തില്ല. വണ്ടി ലോഡ് ഇറക്കിയിട്ട് അവരവരെ വണ്ടിന് പോകുന്ന ആ ഒരു സ്കീമാണ്. മെക്കാനിക്ക് മാത്രം ചെയ്താൽ മതി. സിസ്റ്റം മാറി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ വേറെ ആൾക്കാരാണ് ചെക്ക് ചെയ്യണത്. അവർ നോക്കി ഇപ്പൊ അങ്ങനെ നമ്മളിപ്പോ വണ്ടി എടുക്കാൻ പോയ സമയത്ത് വേറൊരു വണ്ടി ഇവിടെ വന്നു. അതിന് നമുക്ക് ഫ്രണ്ട് ഫ്രെയിം നമുക്ക് ഇപ്പൊ നമ്മള് വണ്ടി വേറെ വണ്ടി വന്നപ്പോ അതിന്റെ ഡെലിവറിക്ക് പോയപ്പോ നമ്മൾ ഡെലിവറി ഇപ്പൊ എടുക്കാൻ പോയപ്പോ വേറൊരു വണ്ടി വന്ന് ചങ്ങനാശ്ശേരി വണ്ടി കണ്ടാണ്. അതിന്റെ ഫ്രണ്ട് ഫ്രെയിം ബെൻഡ് ഉണ്ട്. ഇതൊന്നും അവർ ശ്രദ്ധിക്കുക. കാരണം വെച്ചാൽ ലോഡ് ഇറക്കുന്ന ആൾക്കാർ വേറെ, മെക്കാനിക്ക് വണ്ടി ലോഡ് ഇറക്കുമ്പോഴേ നോക്കി ഏറുന്ന അവര് പറഞ്ഞത് നമ്മളോട് പറഞ്ഞത് നേരത്തെ പോലെയല്ല. അതായത് നമ്മുടെ എബിൻസി ബേബി അറിയാല യൂട്യൂബർ നമ്മൾ അറിയുള്ളൂ. ഓക്കെ, ഞാൻ വണ്ടി എടുത്ത സമയത്ത് കുഴപ്പമില്ല. അന്നേരം വെച്ചാൽ മെക്കാനിക്ക് തന്നെ ഡയറക്റ്റ് ലോഡ് ഇറക്കുന്നത് എല്ലാം സെറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം വേറെ PDI അങ്ങനെ എന്തോ പറഞ്ഞ ആൾക്കാർ ലോഡ് ഇറക്കും. അവർ ലോഡ് ഇറക്കി അവര് വണ്ടി ജസ്റ്റ് നോക്കി പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അവർ നോക്കിയാൽ ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും വണ്ടിക്ക് പറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടോ ഒന്നും അവർ നോക്കിയരാ. അത് നമ്മുടെ ഉത്തരവാദിത്തമായി. അതെ. അപ്പൊ അതുകൊണ്ട് വണ്ടി നിങ്ങൾ എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് വണ്ടി നിങ്ങളായിട്ട് തന്നെ ചെക്ക് ചെയ്തെടുക്കുക. ഒരിക്കലും നമ്മൾ വണ്ടി എടുത്തിട്ട് ഷോറൂമാരെ കുറ്റം പറയാൻ വേണ്ടി നിൽക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവരുടെ റൂള് മൊത്തത്തിൽ ഷോക്കാണ്. അതായത് മാനേജ്മെന്റിന്റെ റൂള് ഭയങ്കര ഷോക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ചെക്ക് ചെയ്ത് തരും. പക്ഷെ എന്നാലും അതായത് വണ്ടി ലോഡ് ഇറക്കുമ്പോൾ അവർ ചെക്ക് ചെയ്യത്തില്ല. നമ്മളിപ്പം നമ്മളൊക്കെ അവിടെ ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് നമ്മൾ നോക്കിയെടുത്തു. അല്ലാതെ ഈ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്ന പ്രായ ആൾക്കാർ ഇങ്ങനെ വന്ന് ഇറക്കും. ചിലപ്പോൾ ഒരു പക്ഷേ പൊട്ടിയായിരിക്കും, ചളുക്കായിരിക്കും, ബെൻഡായിരിക്കും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എങ്ങനെയും വണ്ടി എടുക്കണമല്ലോ ഒരു രീതിയിൽ വണ്ടി എടുത്തുകൊണ്ട് പോരും. അപ്പം അവിടെ വന്ന ഒരു പുള്ളിയുടെയാണ് മറ്റേ ഫ്രെയിം ബെൻഡായി പോയി. അത് പുള്ളി അവരുള്ളവർ വരേണ്ട കുഴപ്പമില്ല. പക്ഷെ നമുക്കത് കാണുമ്പോൾ അറിയാം അല്ലേ, അത് ബെൻഡാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഫ്രെയിം ബെൻഡാന്ന് അറിയാം. പക്ഷെ എന്നാലും ആ പുള്ളിക്ക് നിസ്സായ അവസ്ഥയാണ്. കാരണം വണ്ടി എടുത്ത് എനിക്ക് തന്നെ വണ്ടി എടുത്തോളന്നല്ലേ. പുത്തൻ വണ്ടി എനിക്ക് ഒരാഴ്ച പോലും ആയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിനെക്കുറിച്ച്. പക്ഷെ എന്നാലും ഭയങ്കര അത് ഷോക്കായിപ്പോ. അപ്പം ചില കാര്യങ്ങളിൽ ഷോറൂം അടിപൊളിയാണ്.
പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യാൻ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സർവീസിന് സത്യം പറഞ്ഞാൽ ഷോറൂമിൽ പോകാതിരിക്കുക. നമുക്ക് എഞ്ചിന് വാറണ്ടി കിട്ടുന്നത് മാത്രം നമ്മൾ പോകണമെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ വണ്ടി എടുത്ത് തരിക എന്നുള്ളൊരു കടമയുള്ളൂ. പിന്നെ സത്യം പറഞ്ഞാൽ ഷോറൂമിലേക്ക് പോകേണ്ട പോലും കാര്യമില്ല. ഫ്രീ സർവീസ് പോലും ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ലേബർ ചാർജിന് അത്ര വരുന്നുള്ളൂ. അതായത് ഓയിലിന്റെ പൈസ നമ്മൾ കൊടുക്കണം, എല്ലാത്തിനും പൈസ വേണം. ലേബർ ചാർജ് അതായത് പണിക്കൂലി, അതായത് 300 രൂപ 500 രൂപ അത് മാത്രം നമ്മൾ കൊടുക്കണില്ല. അത്രേ ഉള്ളൂ, വേറെ വലിയ ഗുണമൊന്നും. അതായത് നമ്മൾ ഇപ്പൊ നല്ല ലോങ് ഉള്ളവരാണെങ്കിൽ ഒരു ദിവസം പണിക്കാശും ഡീസലും വെച്ച് നോക്കുമ്പോ ഒന്നുമില്ല. അതിന് നല്ല നമ്മുടെ സാധാ വർക്ക്ഷോപ്പിൽ ചെയ്യണ. അതെ, പക്ഷെ നമുക്ക് പിന്നെ എഞ്ചിൻ വാറണ്ടി കിട്ടുന്നതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു 2-3 സർവീസ് നമ്മൾ ഷോറൂമിൽ ചെയ്യണമെന്നേ ഉള്ളൂ. അതെ, നമുക്ക് നമ്മളെ പണ്ട് പോലെ പറഞ്ഞ് ആ ഒരു ഇതാക്കി വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്ത് പോകണമെന്ന് മാത്രം. അതെ, നമ്മളൊരു ലൂപ്പിൽ വിട്ടുപോയതാ. അങ്ങനെ ഷോറൂമിൽ ചെന്നാലും വാറണ്ടി കിട്ടാം, അത് ശരിയാണ്. പക്ഷെ എന്നാലും അത് ഈ വാറണ്ടിക്ക് തന്നെ കുറെ ഘടകങ്ങളുണ്ടല്ലേ. അതായത് വണ്ടിയിൽ സ്പ്രിങ് കയറ്റിയാൽ ഷോക്കിന്റെ വാറണ്ടി പോകും. അതൊക്കെയാണ് അവസ്ഥ. കാരണം നമ്മൾ ആപ്പയിൽ എങ്ങനെയാണ് സ്പ്രിങ് കയറ്റാതെ വണ്ടി ഓടിക്കുന്നത്? അവർ പറഞ്ഞ കാര്യമാണ്, ആപ്പയിൽ സ്പ്രിങ് കയറ്റിയാൽ ഷോക്കിന് വാറണ്ടി ഉണ്ട്. ഷോക്കിന് ഇത്ര നാളത്തിന് 6 മാസത്തിന് അങ്ങോട്ട് വാറണ്ടി ഉള്ളതാണ്. പക്ഷേ സ്പ്രിങ് കയറ്റിയ വാറണ്ടി റബ്ബർ കട്ടയിലിട്ട് എങ്ങനെ നടുപടിച്ചു പോകും. ഓട്ടാന്ന് പറഞ്ഞ ഫീൽഡ് നമ്മൾ വെറുത്തു പോകും. കാരണം റബ്ബർ കട്ട് ചെയ്തൊന്നും വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം, അല്ലേ? എന്നെ വിളിക്കാം. എന്നൊക്കെ പറ്റുന്ന അറിവുകൾ എല്ലാം ഞാൻ പറഞ്ഞു, എല്ലാം തികഞ്ഞതല്ല, എന്നൊക്കെ പറ്റുന്ന അറിവുകളും കുറെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് തരാം. പിന്നെ നമ്മുടെ മച്ചാൻ നമ്മളെ വണ്ടി ചൂസ് ചെയ്യാൻ നേരത്തെ എന്നെ കൊണ്ടുപോയില്ല. അതുകൊണ്ടല്ലേ കുറച്ച് തിരക്കായിപ്പോയി. കാരണം ഇവന് വിളിക്കുന്ന സമയത്ത് എനിക്ക് അവിടെ നിന്ന് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്. പിന്നെ വലിയ കംപ്ലൈന്റ് ഒന്നും അല്ലേ, ചെറിയൊരു കംപ്ലൈന്റ്. കാരണം ഓടിച്ചു നോക്കാൻ നമുക്ക് പറ്റിയില്ല. അത് നമ്മൾ യാടിപ്പോയി വണ്ടി സെലക്ട് ചെയ്ത് നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റില്ല. വണ്ടി വന്നു വണ്ടി പുത്തൻ വണ്ടി, അതായത് വണ്ടി അപ്പൊ വന്ന്, അതായത് 2 ദിവസം മുന്നേ വണ്ടി വന്നേ ഉള്ളായിരുന്നു നിലവിൽ. അതായത് പുതിയ സ്റ്റോക്ക് വന്നേ ഉള്ളൂ. അതിന്റെ അകത്ത് നോക്കി നമ്മൾ സെലക്ട് ചെയ്തെടുത്തത്. പക്ഷെ ഓടിച്ചു നോക്കാൻ പറ്റില്ല. അവർ ഓടിച്ചു നോക്കാൻ തന്നില്ല നമുക്ക് നിലവിൽ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇനി നിങ്ങൾ യാടി പോയി വണ്ടി എടുക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് ഓടിച്ചു നോക്കുക. അതെ, അപ്പൊ നമുക്ക് ചെറിയൊരു വിഷയം അത് അവർ അപ്പൊ തന്നെ ക്ലിയർ തന്നു. അതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പ്രശ്നം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ആൾക്കാരുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചില്ല, തീർന്നില്ലേ? ഒരാഴ്ച കഴിഞ്ഞാൽ ഏജന്റ് തന്നെ പറഞ്ഞു ഇന്നലെ ബ്രേക്ക് കുറവാണ്, അപ്പൊ അത് സെറ്റ് ചെയ്തിട്ട് ഡെലിവറി ചെയ്യാം എന്ന് പുള്ളി പറഞ്ഞു. അതുകൊണ്ട് കിട്ടി. അല്ലെങ്കിൽ ആ പുള്ളി ഒന്നും പറഞ്ഞില്ല. നമ്മള് ഷോറൂമിൽ ഡയറക്റ്റ് ഷോറൂമിൽ നിന്നാണെങ്കിൽ ചിലപ്പോൾ അവർ പറഞ്ഞിരിക്കില്ല. അതെ, അതാണ് വിഷയം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ സത്യം പറഞ്ഞ ഷോറൂമിൽ പോയി അന്വേഷിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോയി അന്വേഷിക്കുക, അല്ലെ? പുത്തൻ വണ്ടി പൊട്ടനാട്ടം കണ്ടല്ലേ. അപ്പൊ പുത്തൻ വണ്ടി നമ്മൾ ഷോറൂമിൽ പോയി എടുക്കണമെങ്കിൽ പോലും അതിന്റെ അകത്ത് നമ്മൾ കറക്റ്റ് ആയിട്ട് ചൂസ്. കാരണം ചിലപ്പോൾ പഴയ സ്റ്റോക്ക് ഒക്കെ എടുത്ത് നമുക്ക് തരും. നമുക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തവർ നമ്മൾ എടുത്തുകൊണ്ട് വരും. ഏറ്റവും കൂടുതൽ അപ്പാപ്പന്മാരും പ്രായമായവരും തന്തവൈബല്ല പ്രായമായവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ പറ്റിക്കുന്നത്. പിള്ളേർസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി കണ്ടൊക്കെ എടുക്കും. അതാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അയ്യോ അത് ഭയങ്കര പ്രശ്നം. കാരണം 2026 വണ്ടിയിൽ 2025 ഗ്ലാസ് ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ പിന്നെ വീഡിയോ എടുത്തും ഫോട്ടോ എടുത്തും വെച്ചുകൊണ്ട് നമുക്ക് മാറി കിട്ടി. അല്ലെങ്കിൽ അത് കിട്ടത്തില്ല, അതൊക്കെ ആ വഴിക്ക് അങ്ങ് പോവുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുത്തൻവണ്ടി എടുക്കണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ആ കാര്യം മറന്നു പോകരുത്. പുത്തൻവണ്ടി എടുത്താലും നമ്മള് സെക്കൻഡ് വണ്ടി എടുക്കുന്നതിന് കൂടുതലായിട്ട് പുത്തൻവണ്ടി നോക്കണം. അതാണ് എന്നെ ഒരു ആമുഖം എന്ന് പറഞ്ഞാൽ. ചുരുക്കത്തിൽ പറഞ്ഞാൽ പഴയ വണ്ടി എടുക്കണേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ ചെക്ക് ചെയ്തതിലേക്ക് പണി കിട്ടും. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോയും കാര്യങ്ങളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അല്ലേ താഴെ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മളൊക്കെ പറ്റുന്ന ഹെൽപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയും കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.